യുദ്ധവും വെടിനിർത്തലും ഹോർമൂസ് തുറക്കലും അടക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പലതരത്തിലുള്ള യുദ്ധ വിശകലനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും കലുഷിതമായ അന്തരീക്ഷം വളരെ ചിരിച്ചുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ രവിസാറിൻ്റെ വിശകലനങ്ങൾ കേൾക്കണം. ശ്രദ്ധയിൽപ്പെട്ട ചില വിശകലനങ്ങളുടെ ആഴവും വ്യാപ്തിയുമുള്ള വിശകലനമായിരിക്കും. അതുകൊണ്ട് പിടിച്ചു നിൽക്കണം, അത് കേട്ട് അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനഃശക്തി അടക്കം നമ്മൾ സംഭരിച്ചിട്ട് വേണം അതൊക്കെ കേൾക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ ഇത്തരം വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, US-ഉം ഇറാനും എന്ത് ചെയ്തു, ചില അണ്ടർസ്റ്റാൻഡിങ്ങുകളിലെത്തി. പക്ഷേ ഇസ്രയേൽ അതിന് വഴങ്ങുന്നില്ല. ഇസ്രയേൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ലെബനനിൽ 40ഓളം ആളുകൾ അതിനുശേഷം തന്നെ കൊല്ലുന്നു. നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇസ്രയേലാണ് ഈ സമാധാനത്തിന് ഭീഷണി എന്ന രൂപത്തിലേക്ക് വരുമ്പോൾ അതൊരു പ്രശ്നമാണല്ലോ അല്ലേ. ലോകം മുഴുവൻ, ഈവൻ അമേരിക്ക പോലും ഇസ്രയേലിനെ വാൺ ചെയ്യാണ്. ട്രംപ് വിളിച്ചിട്ട് നെതന്യാഹുവിനെ പച്ചത്തെറി വിളിച്ചു എന്നാണ് വാർത്തകൾ. ട്രംപിനോട് ചോദിച്ചപ്പോൾ അത് നിഷേധിച്ചിട്ടുമില്ല. അപ്പോൾ ആ രൂപത്തിലേക്ക് വരെ ലോകം മുഴുവൻ ഇസ്രയേലിൻ്റെ ഈ ഭീകരത അതൊരു പ്രശ്നമായി, തലവേദനയായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള വിഷയത്തിലുള്ളൊരു ചോദ്യത്തെക്കുറിച്ച് രവിസാറിൻ്റെ ആഴത്തിലുള്ള വിശകലനവും മറുപടിയും നമുക്ക് ആദ്യം കേൾക്കാം. ഹോർമൂസ് കടലിലേക്ക് വീണ്ടും തുറക്കുമെന്നും US ഉപരോധങ്ങൾ നീക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടും വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ഇറാന് നേരെ വീണ്ടും ആക്രമണം നടത്തിയാൽ ഈ കരാറിന് കടലാസിലേ വരൂ. അങ്ങനെയില്ല. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളൊക്കെ ഇറാൻ അങ്ങ് ടോളറേറ്റ് ചെയ്താൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ പ്രശ്നം. ഒരു കാര്യമായ ഒരു ജിയോ പൊളിറ്റിക്കൽ അനാലിസിസ് ആണ്. അത് വെച്ചാൽ ഇസ്രായേൽ കരാർ ലംഘനം നടത്തിയാൽ അത് വീണ്ടും പ്രശ്നമാവുമല്ലോ അല്ലേ, വീണ്ടും ഹോർമൂസ് അടക്കുന്ന അവസ്ഥയിലേക്കും വീണ്ടും പ്രശ്നത്തിലേക്കൊക്കെ എത്തുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി എന്താ വെച്ചാൽ, ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളൊക്കെ ഇറാനായിട്ട് ടോളറേറ്റ് ചെയ്യട്ടെ, ഇറാനായിട്ട് ടോളറേറ്റ് ചെയ്യട്ടെ. അതായത് ഒരു വിഭാഗം നടത്തുന്ന ആക്രമണം ടോളറേറ്റ് ചെയ്യട്ടെ, എന്നാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ടോളറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് സീരിയസ് ആയിട്ട് പറയുന്നതാണ്, തമാശ അല്ല, സീരിയസ് ആയിട്ടാണ്. നമ്മളിപ്പോൾ ഈ ജിയോ പൊളിറ്റിക്കൽ അനാലിസിസിനൊക്കെ നമ്മൾ പല ആളുകളെയും എന്ത് ചെയ്യാണ്, ടക്കർ കാൾസൻ്റെ ഒരുപാട് അനാലിസിസ് കേൾക്കും. അതേപോലെ തന്നെ പല മേഖലകളിൽ നിന്ന്, ഈവൻ സയനിസ്റ്റുകളായിട്ടും അല്ലാത്തവരും എല്ലാവരുടെയും അനാലിസിസൊക്കെ നമ്മളിങ്ങനെ കേൾക്കും. അതൊക്കെ ഇങ്ങനെ ആഗോളതലത്തിലുള്ള അത്തരം അനാലിസിസൊക്കെ കേട്ടിട്ട് നാട്ടിലേക്ക് വന്നിട്ട് ഈ അനാലിസിസ് കേൾക്കുമ്പോഴുള്ളൊരു രസമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ് അല്ലേ. ഇവൻ അമേരിക്കയിൽ റൈറ്റ് വിങ് ആയിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കൂടെ വർഷങ്ങളായി അതിനു വേണ്ടി മാത്രം സംസാരിച്ചിരുന്ന ടക്കർ കാൾസനെ പോലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ അമേരിക്ക ഫസ്റ്റ്, അമേരിക്കയാണ് ഫസ്റ്റ്. ഏതോ ഒരു ഫോറിൻ രാജ്യത്തിനു വേണ്ടി നമ്മൾ നമ്മുടെ എല്ലാ പണവും അധ്വാനവും അതുപോലെ തന്നെ എല്ലാ വിഭവങ്ങളും ചെലവഴിക്കുകയാണ്. അത് തന്നെ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കരാറും പാലിക്കാത്ത അത്രമേൽ ഒരു റോഗായിട്ടുള്ള കൺട്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോലും, എന്ന് വെച്ചാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അമേരിക്ക ഫസ്റ്റ് മാഗ ടീം പോലും ഇപ്പോൾ ഇസ്രായേലിനെതിരായി വന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇമാതിരി അനാലിസിസ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഒരു അന്ധമായ പക്ഷപാതിത്വം. എന്താണ് ഇപ്പോൾ ഇയാൾ എന്ന് പറഞ്ഞൊരു ജൂതം പോലും അല്ല അല്ലേ. ജൂതമത ഭീകരവാദത്തിന് വേണ്ടിയിട്ടാണ് ഇസ്രായേൽ എന്ത് ചെയ്യുന്നത്, ഈ കാണുന്ന പണി മൊത്തം ചെയ്യുന്നത്. ഇയാളൊരു നിരീശ്വരവാദിയാണ്. ഈ നിരീശ്വരവാദിയായ ഇയാളാണ് എന്ത് ചെയ്യുന്നത്, ജൂതമത ഭീകര രാഷ്ട്രത്തിന് വേണ്ടി എല്ലാം മറന്നിട്ട് സ്വന്തം ആത്മാഭിമാനം പോലും കളഞ്ഞു കുളിച്ചിട്ട് ഇമാതിരി ന്യായീകരണങ്ങൾ പറയുന്നത്. വേറൊരു വാദം കേട്ടുള്ളൂ. അതായത് ഇപ്പം ഈ ഏറ്റവും അവസരം വന്നിട്ടുള്ള MOU അതിൽ ഇറാന് ഫേവറബിളാണ് കൂടുതൽ കാര്യങ്ങൾ അല്ലേ. എന്താണോ ഇറാൻ മുമ്പ് പറഞ്ഞിരുന്നത് ആ ന്യൂക്ലിയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് തന്നെയാണ് വീണ്ടും ആവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ ബാക്കി കാര്യങ്ങൾ ഇറാന് നഷ്ടപരിഹാരം കൊടുക്കുക, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇറാന് ഫേവറബിളാണ് അല്ലേ. അതുകൊണ്ടാണ് അമേരിക്കയിൽ പോലും അതിനെതിരെ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇറാൻ്റെ വിജയമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു നല്ലൊരു മറുപടി ഉണ്ട്. കാരണം ഇപ്പം ഈ MOU അനുസരിച്ച് ഇറാന് അമേരിക്ക എന്ത് ചെയ്യുന്നു, 300 ബില്യണോളം കൊടുക്കുകയാണ്, നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. ആ നഷ്ടപരിഹാരത്തെക്കുറിച്ച് വളരെ ചിന്തനീയമായ ഒരു അഭിപ്രായം വരാനുണ്ട്. അതും പിടിച്ചു നിന്ന് കേൾക്കണം. അത് ഉൾക്കൊള്ളാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. കരാർ ഇറാന്റെ വിജയം എന്നുള്ള മലയാള മാധ്യമങ്ങളുടെ റിപ്പോർട്ടിനെ കുറിച്ച് എന്ത് പറയുന്നു? ഒന്നാമത് കരാറായിട്ടില്ല. ഇത് കരാറിലേക്കുള്ള 60 ദിവസം വിൻഡോ താണ്ടാനായിട്ടുള്ള ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതിനകത്ത് ഇറാന്റെ വിജയം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇയാൾക്ക് മാത്രമേ മനസ്സിലാവാത്തുണ്ടാവുള്ളൂ. കാരണം ഈ അമേരിക്കൻ മാധ്യമങ്ങൾ പോലും അത് രണ്ട് തരത്തിലും, അതായത് ഒന്ന് അമേരിക്കയെ വിമർശിച്ചുകൊണ്ട് ഇതെന്തിനാണ് ഇത്രയും ഇറാനോട് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ എന്തിനാണ് അംഗീകരിക്കാൻ പോകുന്നത് എന്ന് ഈവൻ സയനിസ്റ്റുകൾ ഇസ്രായേൽ പോലും എന്ത് ചെയ്യാണ്, അമേരിക്കയെ കുറ്റം പറയാണ് ഇറാനോട് ഇങ്ങനൊരു ഒപ്പിട്ടതിന്. വേറെ ചില ആൾക്കാർ അമേരിക്കയെ അനുകൂലിച്ചുകൊണ്ട് തന്നെ പറയുമ്പോൾ പോലും എന്ത് ചെയ്യാണ്, അത് ഇസ്രായേൽ ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇറാനുമായി ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ അവർ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇറാന് ഇപ്പോൾ ഒരു വിജയം, ഒരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് അവർ പോലും പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും
സാറിന് മനസ്സിലായിട്ടില്ല. സാറ് വേറൊരു യൂണിവേഴ്സാണ്. എന്നിട്ട് നഷ്ടപരിഹാരത്തിൻ്റെ ഒരു വലിയ യുക്തി വരാനുണ്ട്. എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ നരേറ്റീവായിട്ട് പറയാം, ഇറാനെ ഇപ്പോൾ അങ്ങ് തകർക്കാമെന്ന് അമേരിക്കയും ഇസ്രായേലും കരുതി, പക്ഷെ ഇറാൻ തകർന്നില്ല. ഇറാൻ ഹോർമോസിൽ കയറി പിടിച്ചു. അങ്ങനെയൊക്കെയുള്ള നരേറ്റീവുകൾ സാധ്യമാണ്. പക്ഷെ ഇറാന്റെ അവസ്ഥ എന്താണെന്ന് ഇറാൻ അറിയാം. ഇറാൻ എന്തിനാണ് ഈ 300 ബില്യൺ നഷ്ടപരിഹാരം ചോദിച്ചത് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ട്? അത് ഓക്കെ. ഈ നഷ്ടപരിഹാരം ആരാണ് ചോദിക്കുന്നത് എപ്പോഴും? അപ്പോൾ അതായത് നഷ്ടപരിഹാരം ചോദിച്ചല്ലോ, അതായത് 300 ബില്യൺ നഷ്ടപരിഹാരം, അതാണ് മൊയിലുള്ളത്. അപ്പോൾ അമേരിക്ക ഇറാന് 300 ബില്യൺ നഷ്ടപരിഹാരം കൊടുക്കുന്നു. അപ്പോൾ സാറിൻ്റെ ഭയങ്കരമായ യുക്തിയാണ് കേട്ടോ. നഷ്ടപരിഹാരം ആരാണ് ചോദിക്കുക? നഷ്ടപരിഹാരം ആരാ ചോദിക്കുക? നഷ്ടം വന്ന ആളാണല്ലോ. അപ്പം നഷ്ടം വന്ന ആളല്ലേ തോറ്റത്? മനസ്സിലായോ? ബുദ്ധി. അപ്പം നഷ്ടം വന്ന ആളാണ് തോറ്റത്. അപ്പോൾ ഇറാന് തോറ്റു. എന്തൊരു ബുദ്ധിയാണല്ലേ ഇയാൾ. ഈ ലോകമഹായുദ്ധം 1 അല്ലേ, 1-ാം ലോക മഹായുദ്ധം ഒന്നും ആ സമയത്തൊന്നും സാറിൻ്റെ ലൈവ് ഇല്ലാത്തത് നന്നായി. അങ്ങനെയായിരുന്നെങ്കിൽ അവിടെ ജർമ്മനി ആയിരുന്നു ജയിക്കുക അല്ലേ. കാരണം എന്താ, ജർമ്മനി എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക്. സഖ്യകക്ഷികൾക്ക് ജർമ്മനി നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട്. അന്ന് ആ ട്രീറ്റിയൊക്കെ നമുക്കറിയാം, വെർസൈലസ് ഉടമ്പടി അനുസരിച്ച് 33 ബില്യണോളമാണ് എന്ത് ചെയ്യുന്നത്, ജർമ്മനി ബാക്കി സഖ്യകക്ഷികൾക്ക് കൊടുക്കുന്നത്. നമ്മളൊക്കെ പഠിച്ച ചരിത്രം കേട്ടോ, നമ്മൾ പഠിച്ച ചരിത്രം എന്താ വെച്ചാൽ ജർമ്മനി തോറ്റു, സഖ്യകക്ഷികൾ ജയിച്ചു എന്നുള്ളതാണ്. പക്ഷേ സാറിൻ്റെ ലൈവ് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു ജർമ്മനിയാണ് ജയിച്ചത്. കാരണം എന്താ, ജർമ്മനിയാണല്ലോ നഷ്ടപരിഹാരം കൊടുത്തത്. നഷ്ടപരിഹാരം കൊടുക്കണം, എന്ത് ചെയ്യണം? നഷ്ടം പറ്റണം. അപ്പോൾ ബ്രിട്ടനും ബാക്കി സഖ്യകക്ഷികൾക്കൊക്കെ നഷ്ടം പറ്റി. അതുകൊണ്ട് ജർമ്മനി എന്ത് ചെയ്തു? നഷ്ടം പറ്റിയവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു. എന്തൊരു യുക്തി അല്ലേ. അന്ന് സാർ ഇല്ലാത്തത് ചരിത്രത്തിൽ തന്നെ പറ്റിയൊരു വലിയൊരു പ്രശ്നമാണ്. സാറ് കുറച്ചുകൂടി മുമ്പ് ജനിക്കേണ്ട ആളായിരുന്നു. അന്ന് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ലോകമഹായുദ്ധങ്ങളൊക്കെ കൃത്യമായി അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം സാർ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഏതായാലും ഇമാതിരി അനാലിസിസാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഒബ്വിയസ്ലി ഇറാന് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കേട്ടോ. എന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കലോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ബോംബിടലോ ആളുകളെ കൊല്ലലോ അല്ല ഒരു യുദ്ധത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അല്ലേ. യുദ്ധത്തിന് സ്ട്രാറ്റജിക് ആയിട്ടുള്ള വിജയങ്ങളാണ് വേണ്ടത്. വെച്ചാൽ സാർ എപ്പോഴും ഈ ഇസ്രായേലിനെ ന്യായീകരിച്ച് ഇസ്രായേൽ ഇങ്ങനെ കുറേ ആൾക്കാരെ കൊല്ലുന്നുണ്ട്. അപ്പോൾ സാറ് വിചാരിച്ചത് എന്താ വെച്ചാൽ കുറേ ആൾക്കാരെ കൊല്ലുക, കുറേ പിന്നെ ഈ പറഞ്ഞ കെട്ടിടങ്ങൾ ബോംബിട്ട് തകർക്കുക, അതാണ് വിജയം എന്നാണ് മൂപ്പരുടെ ഒരു ചിന്ത. അതാണ് ചിന്താരീതി. അതായതുകൊണ്ടായിരിക്കാം മൂപ്പർക്ക് അത് മനസ്സിലാവാത്തത്. ഏതായാലും നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ആ നഷ്ടങ്ങൾ US നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുകയും വേണം. എന്നാൽ അതല്ല വിജയം എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നഷ്ടപരിഹാരം വാങ്ങുന്നവർ നഷ്ടം പറ്റിയവരാണ്, അതുകൊണ്ട് അവർ തോറ്റവരാണ് എന്ന് പറയുന്ന ആ യുക്തിക്ക് വലിയ ഒരു സല്യൂട്ട് മാത്രം പറയാണ്. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ആളുകൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങുകയാണ് ആരാണ് യഥാർത്ഥ പ്രശ്നക്കാർ എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നക്കാർ ആരാണ്? മേഖലയിൽ നിരന്തരം അസ്ഥിരത ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എല്ലാവരും, ലോകം മുഴുവൻ എന്ത് ചെയ്യാണ്? ഈ ഒരു സമാധാനത്തിനു വേണ്ടി ആഗ്രഹിക്കുകയാണ്. ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങളോ അല്ലെങ്കിൽ അമേരിക്കയോ അല്ലെങ്കിൽ ഇറാനോ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമല്ല, ലോകം മുഴുവൻ, നമ്മളടക്കം അല്ലേ. നമ്മുടെ ഗ്യാസിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഇവിടേക്കുള്ള പെട്രോള്, ക്രൂഡ് ഓയിൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ബാധിച്ചുകൊണ്ട് നമ്മുടെ അടുക്കളയിലേക്ക് വരെ ഈ പ്രശ്നം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ലോകം മുഴുവൻ സമാധാനം ആഗ്രഹിക്കുമ്പോൾ ഒരു കക്ഷിക്ക് മാത്രമാണ് സമാധാനം വേണ്ടാത്തത്. അവർ പറയുന്നത് ഞങ്ങളിപ്പോഴും ആളുകളെ കൊല്ലും, ലബനാൻ ഇനിയും അവിടെ ബോംബിടും, ഇനിയും ആളുകളെ കൊല്ലും, ഇനിയും ഞങ്ങളത് തുടരും, അത് ഏത് സമാധാനത്തെ ബാധിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ലോക സമാധാനത്തിന് ഭീഷണിയായി ഇവിടെ നിലനിൽക്കുന്നത് ഏത് ശക്തിയാണ് എന്നുള്ളത് എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ഇമാതിരി അനാലിസിസ് നടത്തുന്ന ആൾക്കാർ ഒഴികെ അത് എല്ലാവരും കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസങ്ങളാണ്. കൂടുതൽ അത് ആളുകൾ തിരിച്ചറിയട്ടെ എന്ന് നമുക്ക് പ്രത്യേകിച്ച്